മരണാനന്തര ജീവിതത്തിൽ നമുക്കറിയാം നമ്മുടെ കണ്ണും കാതും കയ്യും എല്ലാം നമുക്കെതിരായിട്ട് സാക്ഷ്യം പറയും. അവിടെ വെച്ചുകൊണ്ട് അവർ പറയും, അല്ലാഹുവേ ഞങ്ങൾ നിരപരാധികളാണ്, കാരണം ഞങ്ങൾക്ക് നിന്നെ അനുസരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇവന്റെ നിർബന്ധം കാരണമാണ് ഞങ്ങൾ നിന്നെ ധിക്കരിക്കേണ്ടി വന്നത്. ആ സന്ദർഭത്തിൽ നമ്മൾ അത്ഭുതത്തോടു കൂടെ നമ്മുടെ അവയവങ്ങളോട് നമ്മൾ ചോദിക്കും. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫുസ്സിലത്തിന്റെ 21-ാമത്തെ വചനം നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ മനുഷ്യർ അത്ഭുതത്തോടു കൂടെ ചോദിക്കും, നമ്മുടെ അവയവത്തോട് നമ്മൾ ചോദിക്കും, ലിമ ശഹിദ്തും അലൈന, എന്തിനാണ് നിങ്ങൾ എനിക്കെതിരെ സാക്ഷ്യം പറയുന്നത്? ആ സന്ദർഭത്തിൽ അവയവങ്ങൾ പറയും, ഖാലു അൻതഖന അല്ലാഹു അല്ലദീ അൻതഖ കുല്ല ഷൈ, എല്ലാത്തിനെയും സംസാരിക്കാൻ അല്ലെങ്കിൽ എല്ലാത്തിനെയും സംസാരിപ്പിക്കുന്ന അള്ളാഹു ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നു. അതായത് അന്നത്തെ ദിവസം നമ്മുടെ കൺട്രോളിലല്ല, മറിച്ച് എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാകും. അതുകൊണ്ടാണ് അവിടെ വെച്ചുകൊണ്ട് ഇതേ രൂപത്തിൽ നമുക്കെതിരായി നമ്മുടെ ശരീരം തന്നെ സാക്ഷ്യം പറയുന്നത്. ആകാശഭൂമികളിലുള്ളതെല്ലാം അവനോട് ചോദിച്ചു കൊടുക്കുന്നതെല്ലാം അവന്റെ അനുമതിയോടുകൂടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അടുത്ത അടുത്ത ഭാഗം, കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, എല്ലാ ദിവസവും അവൻ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യനിർവഹണത്തിലാണ്. അതായത് അവൻ ഓരോന്നും എല്ലാ ദിവസവും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മുടെ ആകാശത്തും ഭൂമിയിലുള്ളതെല്ലാം അവിടെയുള്ള ഓരോ ആറ്റങ്ങളടക്കം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയാണ്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീനിൽ അദ്ദേഹം ഈ ഒരു ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന മനോഹരമായിട്ടുള്ള പ്രസ്താവന ഇതുമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഭൂമിയിലുള്ള ഓരോ മനുഷ്യരുടെയും, അതായത് ഭൂമിയിലുള്ള ഓരോ മനുഷ്യരെയും ഇതര ജീവികളെയെല്ലാം ഒരേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ആ മുഴുവൻ ജീവജാലങ്ങളുടെയും വ്യത്യസ്ത ആവശ്യങ്ങൾ ഒരേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതായത് ഭൂമിയിലുള്ള വ്യത്യസ്ത മനുഷ്യർ വ്യത്യസ്ത പ്രാർത്ഥനകൾ ഭൂമിയുടെ വ്യത്യസ്ത ഭാഗത്ത് നിന്ന് വ്യത്യസ്ത ഭാഷകളിൽ ഒരേ സമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഒരേ സമയം കേട്ട് ഉടൻ തന്നെ വേണ്ട രൂപത്തിൽ ഒരേ സമയം വ്യത്യസ്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിലും ഒരു പിഴവും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സംഭവിക്കുന്നില്ല. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. പ്രാർത്ഥന മാത്രമല്ല, ഭൂമിയിലുള്ള ഓരോ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ കണ്ണുകളുടെ കട്ടുനോട്ടം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഭൂമിയിൽ ഒരു ഇല വീഴുന്നതും അതേപോലെ തന്നെ ആഴക്കടലിൽ ഒരു മത്സ്യം ജനിക്കുന്നതും പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു നക്ഷത്രം ജനിച്ചു വീഴുന്നതെല്ലാം അള്ളാഹുവിന്റെ അറിവോടുകൂടിയാണ്, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയാണ്. സുബ്ഹാനല്ലാഹ്.